അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, തിങ്കൾ നിലാവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒഴിവു സമയത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന വലിയ, നമ്മൾ തന്നെ വരുത്തി തീർക്കുന്ന വലിയ നഷ്ടങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നാം എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ആ ഒരു അടിസ്ഥാന കാര്യം പ്രഥമമായി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുവർഗത്തെയും ഞാൻ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒഴിവു സമയങ്ങളാണ്. ഒഴിവു സമയങ്ങളാണ് നമ്മളെ പലപ്പോഴും നമ്മുടെ തിന്മയിലേക്ക് നയിക്കുന്നത്, പല തിന്മകളിലേക്കും. പ്രത്യേകമായിട്ട് മൊബൈൽ ഫോണൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല മോശപ്പെട്ട വീഡിയോകൾ കാണും. അത്തരത്തിലുള്ള പല മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. അതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള ഒഴിവു സമയങ്ങൾ നമുക്കുണ്ടാവുന്നത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട്, നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളിലാണ് അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്നത്. നാം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച്. ആരോഗ്യവും അതുപോലെ ഒഴിവു സമയവും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മെ പലപ്പോഴും തിന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒഴിവു സമയങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചിന്ത നാം ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും നിർദ്ദേശിച്ചു തന്നിട്ടുള്ള ഫർള് നിസ്കാരങ്ങളുണ്ട്, 5 വക്ത് നിസ്കാരം. അതിന് പുറമെ റമളാൻ മാസത്തിലെ നോമ്പ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട്. ഈ ഇബാദത്തുകൾക്ക് പുറമെ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ അനുഗ്രഹങ്ങൾ, അതിന് നന്ദി എന്ന നിലക്ക് നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാലേ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അനുഗ്രഹമായിട്ട്, അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് നമുക്ക് അവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒഴിവു സമയങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തുക. അല്ലാതെ ഇത്തരത്തിൽ പലപ്പോഴും മൊബൈൽ ഫോണുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു വിനോദ ഉപകരണങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടുകളുമായിട്ടോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വലിയൊരു തിന്മയിലേക്ക് നയിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധമായ ജീവിതം, നമ്മുടെ പരിശുദ്ധമായ ജീവിതം കൊണ്ട് നമ്മുടെ ഈ ഒരു ആയുഷ്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.